ഹിന്ദുക്കളുടെ പവർ അറിയണോ? ഒരു ദിവസം പോലീസുകാർക്ക് അവധി കൊടുക്ക, എല്ലാം നശിപ്പിച്ച് കയ്യിൽ തരാം ഞങ്ങൾ. BJP MLA പറഞ്ഞ വാക്കുകളാണിത്. അതായത് ഇവിടെ നിയമവും നിയമപാലകരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹിന്ദുക്കൾ ആക്രമണം നടത്താത്തതെന്നും പോലീസുകാർ സൗകര്യം കൂടി തന്നാൽ ഞങ്ങൾ കയറി മേയാമെന്നും തന്നെ പറഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ കാൻവറിൽ നിന്നുമുള്ള BJP MLA നിതേഷ് റാണയാണ് ഇത്തരത്തിൽ ഒരു വിദേശ പരാമർശം നടത്തിയിരിക്കുന്നത്. പരാമർശം എന്നല്ല പറയേണ്ടത്, ഒരു ദിവസത്തേക്ക് പോലീസിന് അവധി നൽകിയാൽ ഹിന്ദുക്കളുടെ ശക്തി എന്തെന്ന് താൻ കാണിക്കാമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു. ഇനി ലവ് ജിഹാദ് കേസുകൾ കാണുമ്പോൾ അതിൽ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ എല്ലൊടിക്കണമെന്നും MLA ഒരു പൊതുയോഗത്തിൽ വെച്ച് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്നെ വിളിച്ചാൽ മതിയെന്നും പ്രവർത്തകർക്കൊന്നും സംഭവിക്കില്ല എന്നും താൻ സുരക്ഷ ഒരുക്കുമെന്നും നിതീഷ് റാണ ഉറപ്പും നൽകി. ഈ രാജ്യത്തെ ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കാനും ചേരാനും ഭരണഘടന അവകാശം നൽകുമ്പോൾ നിങ്ങൾ പറയുന്ന ലവ് ജിഹാദ് എന്തിന്റെ അടിസ്ഥാനത്തിന്റെ പേരിലാണെങ്കിലും അത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് ന്യായീകരണം നടത്തിയാലും ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. മഹാരാഷ്ട്രയിലെ സൻഗലിൽ നടത്തിയ വിദ്വേഷ ഭീഷണി പ്രസംഗത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടതോടെയാണ് MLAക്ക് പണിപ്പാളി വിവരം മനസ്സിലായത്. പിന്നാലെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഒരു MLA എന്ന നിലയിലല്ല, ഒരു ഹിന്ദു എന്ന നിലയിലാണ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നായിരുന്നു നിതീഷ് റാണ പണിപ്പാളിയപ്പോൾ പിന്നീട് വിശദീകരിച്ചത്. അതേസമയം നിതീഷ് റാണയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ മജ്ലിസ് പാർട്ടി നേതാവ് വാരിസ് പത്താൻ രംഗത്തേക്ക് വന്നു. ഇതേ കാര്യം താനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ജയിലിലായേനെ എന്നാണ് വാരിസ് പത്താൻ പറഞ്ഞത് 100% ശരിയാണ് താനും. കാരണം ഇവിടെ ഹിന്ദുക്കൾ എന്ത് പറഞ്ഞാലും കേസെടുക്കാൻ ആളില്ല, പക്ഷെ മുസ്ലിമുകളൊന്ന് വായനയ്ക്കാൽ കേസെടുക്കാൻ ചുറ്റിനും ആളുകളാണ് താനും. 24 മണിക്കൂർ പോലീസിനെ മാറ്റി നിർത്തൂ എന്നും അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയണമെന്നുമാണ് മജ്ലിസ് നേതാവ് പറഞ്ഞത്. നിതീഷ് റാണയുടേത് പ്രകോപനപരമായ പരാമർശമാണെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതെ തെരഞ്ഞെടുപ്പിന് മുമ്പായി വർഗീയ കലാപത്തിന് കളമൊരുക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിതീഷ് റാണ ആദ്യമായിട്ടല്ല വിദ്വേഷ പരാമർശം നടത്തുന്നതെന്നും ഈ മാസം 1-ന് ഹിന്ദുക്കൾ കൂട്ടമായി പള്ളിയിലേക്ക് കയറി മുസ്ലിങ്ങളെ ഒന്നൊന്നായി കൊല്ലണമെന്നും നിതീഷ് റാണ പറഞ്ഞിരുന്നതായി വാരിസ് പത്താൻ കൂട്ടിച്ചേർത്തു.